നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതായ ഈ അവസരത്തിൽ ക്ഷമയുടെ അനുഭവത്തിലൂടെ അതിനൊരു തുടക്കം കുറിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ വിസമ്മതിച്ചാൽ ദൈവം നമ്മോട് കണക്ക് പറയും എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്ന വാചകം ക്ഷമ എന്നത് ഉപരിപ്ലവമല്ല, ആത്മാർത്ഥമായിരിക്കണം എന്ന് ഊന്നിപ്പറയുന്നു. ദൈവം നമ്മോട് പൂർണ്ണമായി ക്ഷമിക്കുന്നത് പോലെ അതേ കൃപ മറ്റുള്ളവർക്ക് നൽകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷമാപണം മുറുകെ പിടിക്കുന്നത് ആത്മീയമായ പ്രത്യാഘാതങ്ങളിലേക്ക് ഒരുപക്ഷെ നമ്മെ നയിച്ചേക്കാം. യഥാർത്ഥ ക്ഷമ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. വാക്കുകളോ പ്രവൃത്തികളോ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ക്ഷമയാണ് ദൈവത്തിന് സ്വീകാര്യം. ക്ഷമ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതിഫലനമാണെന്ന് ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വാക്യം നമ്മെ ശക്തിപ്പെടുത്തുന്നു. നാം ദൈവത്തിൻ്റെ ക്ഷമ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും നാം തയ്യാറായിരിക്കണം. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നോമ്പിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.